അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ദിനാശംസകൾ നേരാണ്. ഞാനിന്ന് പല വീടുകളിലൂടെയും കുടുംബങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം പോയത് എൻ്റെ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ എൻ്റെ സുഹൃത്ത് ഷംസുവിൻ്റെ വീട്ടിലാണ്. കാരണം ഉച്ചയാകുമ്പോഴേക്കും ഷംസു സാഹിബ് എനിക്ക് ഫോട്ടോസ് അയച്ചു തരും. സ്വന്തം പേരക്കുട്ടികളുമൊത്തൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോസ് അയച്ചു തരും. 2 ദിവസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഷംസുവിൻ്റെ വിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരനെ നഷ്ടപ്പെട്ട ആ ഒരു പ്രയാസം മനസ്സിലുണ്ട്. നമുക്ക് ഇങ്ങൾക്കൊന്നും ഷംസുവിനെ വേറെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്ന് വരില്ല. കാരണം അദ്ദേഹം അച്ചാറുമായിട്ട് വന്നൊരു വീഡിയോ നമ്മളെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇന്നലെ രാത്രി ആ വീഡിയോ കണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അസ്രായിൽ വരുന്ന റൂഹ് കുടിക്കുന്നതിൻ്റെ രക്ഷപ്പെട്ടതും ഇനി രക്ഷപ്പെടാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ഇന്നലെ അത് കണ്ട് ഒരു പാട്ട് പാടിയിട്ടാണ് അദ്ദേഹം പിന്നീട് അത് പറയുന്നത്. കാരണം ശ്വാസ തടസ്സം ഉണ്ടായതുകൊണ്ട് പാട്ടിങ്ങനെ വല്ലാതെ മുഴുവിക്കാൻ കഴിയാതെ പിന്നെ അദ്ദേഹം നമ്മോട് പറയാണ്. ആ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കി. അഹദോന്റെ തിരുനാമം ഒളിമ്പിൻ്റെ സമയത്ത് ദുആ ചെയ്ത് കരം മുത്തി തെളിന്ത് റബ്ബ് സ്തുതിയായി കടക്കട്ടെ നബിയോരിൽ സലാമും ശ്വാസം ഇതാക്കി. അപ്പോൾ ബുദ്ധിമുട്ട് കാരണം നമ്മളെ സ്നേഹിതങ്ങൾക്ക് പാടുന്നത് അതിപ്പോൾ ഒരു തമാശ പറയുകയാണെങ്കിൽ പണ്ടൊരാള് പറഞ്ഞേ ഞാൻ വെളിച്ചെണ്ണ വെച്ച് പോയോണ്ട് പണ്ട് ഒരാള് കക്കാൻ പോയപ്പോ വെളിച്ചെണ്ണ വെച്ച് പോയോണ്ട് ഞാൻ പിടുത്തം കിട്ടിയില്ലാറേ. അതേമാതിരി വെളിച്ചെണ്ണ വെച്ച് പോയോണ്ട് 2 പ്രാവശ്യമാണ് ഇപ്പൊ നമ്മളാ ഡേഞ്ചർ സോങ് ഇതിൽ കൊണ്ടുപോയത്. അപ്പൊ നമ്മളെ 2 പ്രാവശ്യം ഫസ്റ്റ് നമ്മള് 15 കടന്നു. അല്ല മെഡിക്കൽ കോളേജിൽ തന്നെ അതിന്റെ വേറെ ഇതുണ്ട്, അവിടെ കടന്നു. അത് ഒരു 8-10 ദിവസം ഭയങ്കര മെമ്മറിയൊക്കെ വല്ല ഒന്നും ഇല്ലാതെ ഇങ്ങനെയാണ്. അപ്പൊ അതിന്നൊക്കെ അന്ന് കഴിച്ചിലായി പോന്നു. പിന്നെ 2 മാസം കഴിഞ്ഞ ദിവസം പിന്നെ അതേമാതിരി തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പിന്നെ ലോക്കായി. ആ വെന്റിലേറ്ററിലും അതൊക്കെ മാറ്റി അങ്ങനെ. അത് വന്ന് ഒരു പിന്നെ തമാശ രൂപത്തിലപ്പോൾ നമ്മൾ ഈ പറയണത് പറയാൻ പാടുള്ളത് എന്താ പറഞ്ഞാൽ വെളിച്ചെണ്ണ വെച്ച് പോയോണ്ട് അസ്രായിന് പുറത്ത് കിട്ടിയില്ല അറിയില്ല. നമ്മളെ തൊട്ട് കയറുന്ന ആൾക്കാരൊക്കെ അന്ന് മരിച്ചു പോയി. അതാ ഓൽക്കൊക്കെ പറഞ്ഞാല് മറ്റേ ഇതുണ്ടായി ന്യൂമോണിയ വായിച്ചവർക്ക് ഫുള്ള് പ്ലാസ്റ്റിക് കുറേ പോഞ്ഞാണ്ട് പോയി. എല്ലാവർക്കും വന്നാണ്ട് പൊടി. പിന്നെ നമുക്ക് പിന്നെ കുറെ ഒക്കെ ഇത് ഇതിനെ കുറിച്ച് അറിയണോണ്ടേ അപ്പോൾ പെണ്ണുങ്ങളും അങ്ങനെ കൂടിയാണ്ട് പ്ലാസ്റ്റിക്കിൽ പൊതിയാനും കെട്ടാനും പിടിച്ചാനൊക്കെ പെണ്ണുങ്ങളും കൂടി കൊടുക്കുന്നേ. പിന്നെ അപ്പം അതിനൊക്കെ നമ്മൾ കഴിച്ചാലായി. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞ് മരണത്തിന് തയ്യാറായ ഒരു വ്യക്തിയാണ് ഷംസു സാഹിബ് എന്നുള്ള. ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴേ അപ്പോൾ പറയുകയാണ്, ഒരു കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ കട്ടിൽ പിന്നെ വിലങ്ങിനുള്ളത് കറക്റ്റ് ഇങ്ങനെ നമ്മൾ പിന്നെ മയ്യത്തൊക്കെ കിടത്തുന്നത് പോലെയുള്ള അങ്ങനത്തെ ഒരു പൊസിഷനിൽ വെച്ചു എന്നാണ്. അപ്പോൾ എന്താ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ മരിച്ചാലിങ്ങനെ അങ്ങനെയാണല്ലോ എന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ തുടങ്ങി എന്താ പറയുക, തീരെ കടക്കാതെ മരിക്കുന്നത് വരെ ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ആദ്യം തന്നെ പറയാം, അതൊന്ന് വീഡിയോ ആക്കണം കേട്ടോ എന്ന് പറയും. രസകരമായി പാട്ടൊക്കെ പാടും. അതേപോലെ തന്നെ വീഡിയോസ് അയച്ചു തരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മരിക്കണീൻ്റെ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് കുട്ടികളൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു തരും. അതായത് പേരക്കുട്ടികളൊക്കെ ഭയങ്കര കാര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. മാത്രമല്ല പിന്നെ മീൻകാരൻ സംസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകൾക്കും സുപരിചിതമായ ഒരു മുഖമാണ് പൂക്കോട്ടുംപാടത്തെ. അപ്പം അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം ഞങ്ങളുടെ പൂക്കോട്ടുംപാടം വലിയ പള്ളി നിറഞ്ഞു കവിഞ്ഞു എന്നുള്ളതിന് പറയാം. അത്രയും ജനങ്ങൾ നോമ്പ് നോറ്റ് വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എത്രയോ പ്രാർത്ഥനകളാണ് അദ്ദേഹത്തിന് കിട്ടിയത്.
മാത്രമല്ല നല്ല ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന ഒന്നാണ്. അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെയൊക്കെ നല്ല രീതിയിലും നല്ല സമയത്ത് ഉചിതമായ രീതിയിൽ ഈമാനോട് കൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഷംസു സാഹിബിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പെരുന്നാൾക്കൊക്കെ അദ്ദേഹം നമ്മളെ അടുത്ത് വരും, വീട്ടിൽ വരും, സംസാരിക്കും. എന്താ പറയുക, വല്ലാത്തൊരു സ്നേഹബന്ധമായിരുന്നു എല്ലാവരോടും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാനുമായിട്ട് അത്രയും അടുത്ത് നിന്ന ഒരു വർഷങ്ങളോളം ബന്ധം അടുത്ത് ഇടപഴകി, അതായത് ഒരു ആശയക്കാരായി മുന്നോട്ട് പോയതാണ്. ഇപ്പോൾ SDP-യുടെയൊക്കെ തുടക്കത്തിൽ തന്നെയുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അതാ പറയാനുണ്ടാകുക. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു MIT ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ MIT-യിലാണ് പോസ്റ്റർ ഒട്ടിക്കാനും മറ്റുമൊക്കെ പോവുക. അപ്പോൾ കുറഞ്ഞ ആളുകളും ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ത്യാഗപൂർണമായ വഴികളിലൂടെയൊക്കെ മുന്നോട്ട് സഞ്ചരിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് പ്രയാസങ്ങളും താണ്ടി, എന്നാൽ ഒരിറ്റു പോലും തൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ഒരു തെല്ലുപോലും അടിയറവ് വെക്കാതെ അങ്ങനെ തന്നെ ആ ആശയത്തെ സമൂഹത്തിൽ പറഞ്ഞ് നമ്മുടെ നാടിനെ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ആശയക്കാരുടെ ആശയങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് യവനോടും പിടിയക്കൊലയുമ്പോൾ നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചിരുന്ന, അങ്ങനെ മുന്നോട്ട് പോയിരുന്ന ഷംസുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സ്നേഹങ്ങളൊക്കെ ഏറ്റുവാങ്ങി, പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് എന്നുള്ള ഒരു സഹോദരൻ നഷ്ടപ്പെട്ട ആ ഒരു വലിയ പ്രയാസം എനിക്കുണ്ടെങ്കിലും എല്ലാവരും ഒരിക്കൽ പോണല്ലോ. അപ്പോൾ ആ ഒരു ചിന്തയും വിശ്വാസത്തിൻ്റെ ആ ഒരു ഉറച്ചടതയൊക്കെ കൊണ്ട് തന്നെ നമ്മളതിനെ ക്ഷമിച്ചുകൊണ്ട്, അതിനെയൊക്കെ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ഈ ലോകത്ത് ചെയ്യാൻ തന്നെയുള്ളൂ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ഒരു വീട് എന്നുള്ളതായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് വീട് പാസ്സായി, അതിൻ്റെ ആളുകളൊക്കെ വന്ന് ഇൻഷാ അല്ലാഹ് അത് നമ്മൾ കയറ്റണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി നമ്മളെ അടുത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോഴേ, ഇപ്പോൾ ഞാൻ ആ 2 വീഡിയോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അതിൽ ഈ അച്ചാറ് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ട് പാടിയപ്പോൾ ഒരു പ്രയാസത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണത്. ഇസ്രായേൽ 2 തവണ വീടിക്കുന്ന ഐസിയുലൊക്കെ കടന്നിട്ടുണ്ട്, അവിടുന്നൊക്കെ ഇതായി പോകുന്നതാണ്. അപ്പോൾ അടുത്തതിൽ അദ്ദേഹത്തിന് ചാൻസുകളില്ല ഇനി അധികം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഒരാൾ തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു തയ്യാറാവൽ ഷംസുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്ന് കുടുംബങ്ങളിലൂടെ അത് അടിവരയിടുമ്പോൾ, പ്രിയമുള്ളവരെ, നല്ല മടക്കങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും മടക്കങ്ങൾ മാറട്ടെ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം കുട്ടികൾ എല്ലാവർക്കും അല്ലാഹു ക്ഷമ നൽകുമാറാവട്ടെ, ഖൈറ് നൽകുമാറാവട്ടെ. ഷംസു ചെറുതും വലുതുമായ പാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് അദ്ദേഹത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഖബർ വിശാലമാക്കി സ്വർഗത്തിൻ്റെ കാഴ്ചകളും സ്വർഗത്തിൻ്റെ വിരിപ്പും സ്വർഗത്തിൻ്റെ ഭക്ഷണവും സ്വർഗത്തിൻ്റെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കണ്ടുകൊണ്ട് കൺകുളിർമയുള്ള കാഴ്ചകൾ ഖബറിൽ അന്തി ഉറങ്ങാൻ അദ്ദേഹത്തിന് അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളോടൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വിനീതം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.